ഒരേ ഒരു തവണ മഷ്റൂം മസാല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം അളവിലുള്ള മഷ്റൂമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം 2-3 വെള്ളത്തിൽ കഴുകണം കേട്ടോ. അപ്പോൾ അതിൽ മണ്ണൊക്കെ പോവാനായിട്ട്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഷ്റൂം മസാലക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും പിന്നെ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ്സും കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ കാശ്മീരി മുളക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ഒരു മണവും കൂടി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും പെരിഞ്ചീരകവും കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം വറുത്ത് പൊടിച്ച ഒരു പൗഡറാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാല, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഒരു മീറ്റ് മസാല പൗഡർ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതാ കടായി ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു മസാലക്കറി തയ്യാറാക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതാ ഒരു സവോള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയൊരു സവോളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ സവോള മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കാതെയാണ് ഈ ഒരു മസാലക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ സവാളയൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മഷ്റൂം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം അടുപ്പ് കൊണ്ട് അടച്ചിട്ട് നമുക്കിതിനെ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ചേർത്തിട്ടുള്ള മസാലേൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളി അങ്ങനെ ഉടഞ്ഞൊന്നും പോവണ്ട കേട്ടോ. ഇപ്പോൾ ഒരു കളർഫുള്ളായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഫ്രഷ് മട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ. ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ചാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിനെ ചാറൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മഷ്റൂം കറി.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.